നിനക്ക് വീടും കുടിയൊന്നും ഇല്ലേടേ? ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും നിന്നെ ഇവിടെ കാണാനല്ലേ? ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും നിങ്ങളിവിടെ കാണാമല്ലോ. നിങ്ങളാ യൂണിഫോം ഇട്ട പോലീസ് ഓഫീസറിനെ ബഹുമാനിക്കാൻ പഠിക്കടാ. ശരി, ഞാൻ എപ്പോൾ വന്നാലും നിങ്ങളെവിടെ കാണാലോ മിസ്റ്റർ ഓഫീസർ. അതെയാ വീണ്ടും നിങ്ങളെന്ന് സംബോധന ചെയ്തു. എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ അല്ല വളർന്നതും പഠിച്ചതും ഒന്നും. അതുകൊണ്ട് എനിക്ക് മലയാളം വളരെ വളരെ കുറച്ച് അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? പറ്റുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ. ശരി ശരി, നീ ഒരു കാര്യം ചെയ്യും. നീ എൻ്റെ വീട്ടിലോട്ട് വാ, ഞാൻ നിനക്ക് ട്യൂഷൻ പഠിപ്പിച്ചു തരാം മലയാളം. വീട്ടിലോട്ട് വന്നുള്ള പഠിപ്പീരൊന്നും വേണ്ട, എൻ്റെ ആവശ്യമൊന്നുമില്ല. അതിരിക്കട്ടെ, ഇവിടെ എന്തിനാ വന്നത്? ഇപ്പോൾ പോലീസുകാർക്ക് എന്ത് ഈ വീട്ടിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? അതാണ് ചോദിച്ചത്. എന്താണ് കാര്യം? ഞാൻ ചാരുവിനെ കാണാനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പ്രശ്നമാവും. എന്തൊരു പ്രശ്നമാവും? കേസ് കൊടുക്കുന്നു. നീ എന്തിൻ്റെ പേരിൽ കേസ് കൊടുക്കൂടാ? കേസ് എന്തിൻ്റെ പേരിൽ കൊടുക്കുന്നു? നിയമത്തിൻ്റെ മറവിൽ നിങ്ങൾ പെണ്ണുങ്ങളെ ഇവിടുന്ന് വിദേശത്ത് കടത്തേക്കുന്ന ആളാണെന്ന് ഞാൻ പറയും. അങ്ങനെ നീ പറഞ്ഞ ആര് വിശ്വസിക്കൂടാ? വിശ്വസിക്കും. വിശ്വസിക്കാൻ തെളിവുണ്ട്. എന്തൊരു തെളിവ്? നിങ്ങളുടെ മറ്റേ കൊട്ടച്ചനല്ലേ? കൊട്ടച്ചനാ? കൊച്ചച്ചൻ. അങ്ങേര് ചാരുവിനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ മൊത്തം തെളിവുകൾ എൻ്റെ ഉണ്ട്. അപ്പോഴാ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് മൊത്തം പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പറയും. എടാ മഹാഭാവി, നിനക്ക് എങ്ങനെയാടാ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ പറയും. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചാൽ ഞാനല്ല ഉത്തരവാദി, കൊച്ചച്ചനാണ്. ആരാണെങ്കിൽ നിങ്ങളതല്ലേ ഞാൻ ആക്കിത്തരും. നീ ആക്കി തരും. നീ ആക്കി തരും. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണമെന്ന് അറിയാം? ചാരുവിന് വേണ്ടിയിട്ട്. ഇതൊന്നും കേട്ട് പേടിക്കുന്നവനല്ല ഈ പോലീസ് ബിനു, മനസ്സിലായില്ലേ? എടാ നിനക്ക് മുന്നേ ചാരുവിൻ്റെ ലോലമായ മനസ്സിൽ ഞാൻ ഇടം പറ്റും. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. വാങ്ങി വയ്ക്കടാ, ഞാൻ കാണാം. ഒന്നുമില്ലേ നിനക്ക്? എന്ത് ഇവിടെ ഒരു ബഹളം? ഒരു പ്രശ്നമില്ല ചാരു, ഞാൻ ഇവിടെ നിൽക്കില്ല. എന്ത് ബഹളം? കുറച്ച് നീക്കി. അല്ല, ഇത് ഏതാ ഈ കൊച്ച്? അത് പിന്നെ ഞങ്ങളെ വെച്ചു. ഞങ്ങളെ വെച്ചാ? അതെങ്ങനെ നിങ്ങൾ കൊച്ചിനെ ഡൗൺലോഡ് ചെയ്തെടുത്താ? ഡൗൺലോഡ് ചെയ്തെടുത്തു. പുതിയൊരു ട്രീറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് പോടാ പവി, ഇതെന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാ. അങ്ങനെ പറ. നാണം ഉണ്ടോടാ കൊച്ചിറക്കാം കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ? കണ്ടവൻ ഞാൻ പലതും ഏറ്റെടുക്കും. നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്നു. നീ ഏറ്റെടുക്കും. നീ നല്ലൊരു കേസ് നീ ഏറ്റെടുക്കും. എന്റെ വക ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടെന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ല എനിക്ക്. അതൊക്കെ നിൽക്കട്ടെ. സാർ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന് സെർച്ച് ചെയ്യണമെന്ന്? അതൊക്കെ സെർച്ച് ചെയ്തിട്ട് പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ഇനി കുറേ നാളായിട്ടുള്ളൊരു സംശയമാണ്. എന്ത്? നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ മാത്രമുള്ള പോലീസായിട്ട് എല്ലാ കാര്യത്തിലും നിങ്ങളാണല്ലോ അയക്കുന്നത്. ഇത്ര പരിഹാസമാണോ നിനക്ക്? പരിഹാസം നിനക്ക് പോലീസുകാരുടെ അടുത്ത്? എടാ, എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കഴിവും ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ഞാനാണ്. മാത്രമല്ല SI ഞാനും തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയാണ്, മനസ്സിലായില്ല? ചുമ്മാ അല്ല, മനസ്സിലായി. ഇതൊരു ഇരിപ്പുവശമാണെന്ന്. ഞങ്ങൾ കൂടുതലങ്ങ് ഗഹനമായി ചിന്തിക്കേണ്ട നീ കേട്ടാ. അതുമല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ചാരു വാ, എനിക്ക് സെർച്ച് ചെയ്യണം. ആര് വരെ? ചാരു എന്തിനാ? ഞാൻ വരാം. ചാരു മതി. ഞാൻ വരാമെന്ന് സെർച്ച് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ പോരെ? അത് നിന്റെ വീട് എവിടെയാണ്? ഇതാണ് നിന്റെ വീട്? അല്ലല്ല, അങ്ങോട്ട് മാറിയില്ല. പോടാ. പോണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചാരു വരൂ. പുതിയ ടാറ്റു അടിച്ചല്ലേ?